അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി അത് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു യാത്ര. ടാക്സി വിളിച്ച് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങോട്ടേക്കാണെന്ന്? അങ്ങോട്ടേക്ക് തന്നെ. കുറച്ച് നേരത്തെ എത്തിയുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് ഷോ 1 മണിക്കായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഷോ. അപ്പോൾ അതിന് തന്നെ ബുക്ക് ചെയ്തു, നേരെ പടം തുടങ്ങി. ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ. ഇത് സെക്കൻഡ് ഹാഫ്. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണ് പടത്തിനെ പറ്റി പറയണ്ടേ? ഇതാണ് പടം. നമ്മൾ ലൂസിഫറിനേക്കാൾ മുകളിൽ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഹൈപ്പോടുകൂടി വന്ന പടങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. അവർക്ക് ആദ്യത്തെ ദിവസങ്ങളിലെ കളക്ഷൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഹൈപ്പ് കൊടുക്കുന്നത്. മുടക്കിയേക്കണ പൈസയ്ക്കുള്ള സാധനം ഈ ഒരു പടത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വിഷ്വൽ ക്വാളിറ്റി ആയാലും നമുക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. BGM ഒക്കെ പലയിടത്തും സിങ്ക് ആവാത്ത പോലെ തോന്നി. പിന്നെ അബ്രഹാം ഖുറേഷി എന്നുള്ള ആ ഒരു വലിയൊരു ക്യാരക്ടർ മോഹൻലാലിന് പറ്റാത്ത പോലെ. സ്റ്റീഫൻ നെടുമ്പള്ളി കറക്റ്റാണ് മോഹൻലാലിന്. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യനെ ലാലേട്ടന് പറ്റാത്ത പോലെ. അപ്പോൾ ഈ ഒരു ഹൈപ്പിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. മാക്സിമം ആദ്യ ദിവസങ്ങളിൽ ഊറ്റാവുന്നത് ഊറ്റിയെടുക്കുക.